ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നിധി എഴുതിയിരിക്കുന്ന ഒരു മെയിലിൽ കിടക്കാം. എല്ലാവരും അമ്മായിച്ചനെ കുറിച്ച് എഴുതുമ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് മാഡം. അതുകൊണ്ടാണ് ഞാൻ ഇമെയിൽ അയക്കുന്നത്. മാഡം ഇത് വായിക്കുമോ? എൻ്റെ പേര് നിധി, യഥാർത്ഥ പേരല്ല. 25 വയസ്സ്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷമേ ആകുന്നുള്ളൂ. ഹസ്ബൻഡ് സ്വകാര്യ മേഖലയിൽ വർക്ക് ചെയ്യുന്നു. നല്ല സാലറി ഉള്ള ആളാണ്. എനിക്ക് ജോലിക്ക് പോകണമെന്നുണ്ട്. പക്ഷേ ജോലിയൊന്നും ഇതുവരെ ഒത്തു വന്നിട്ടില്ല. അതുകൊണ്ട് പോയില്ല. ഭർത്താവിന് ഒരു ഇളയ സഹോദരിയുണ്ട്. അവൾ ഓസ്ട്രേലിയയിൽ പഠിക്കുകയാണ്. ഭർത്താവും ഞാനും അമ്മായിമ്മയും അമ്മായിപ്പനും അടങ്ങുന്ന വീടാണ്. പിന്നെ അവിടെ എല്ലാ കാര്യങ്ങളും നോക്കാൻ വേണ്ടിയിട്ടും പാചകം ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു ചേച്ചിയുണ്ട്. തൽക്കാലം ആ ചേച്ചിയെ അനില എന്ന് വിളിക്കാം. 1 കിലോമീറ്റർ അപ്പുറത്താണ് ചേച്ചിയുടെ വീട്. ചേച്ചി പണ്ട് തൊട്ടേ ഇവിടെയാണ് നിൽക്കുന്നത്. ചേച്ചിയുടെ കല്യാണമെല്ലാം ഈ വീട്ടുകാരാണ് നടത്തിക്കൊടുത്തത്. ഭർത്താവിനും സാധാരണ ജോലിയൊക്കെയാണ്. 2 കുട്ടികളുമുണ്ട്. പക്ഷേ ചേച്ചി രാവിലെ ആകുമ്പോൾ ഇവിടെ വരും, വൈകുന്നേരം മാത്രമേ പോകാറുള്ളൂ. ഇവിടെ സത്യം പറഞ്ഞാൽ ഒരു ജോലിയും ആരും ചെയ്യാറില്ല. എല്ലാ ജോലികളും അല്ല ചേച്ചി തന്നെയാണ് എടുക്കുന്നത്. പിന്നെ വേറെ കാര്യമുണ്ട്, എല്ലാവരെയും വഴക്ക് പറയാനൊക്കെയുള്ള സ്വാതന്ത്ര്യം അല്ല ചേച്ചിക്കുണ്ട്. അമ്മായിമ്മയും ചിലപ്പോൾ വഴക്ക് പറയും, അമ്മായിച്ചനെയും എൻ്റെ ഭർത്താവിനെയും ഒക്കെ ശാസിക്കും. അതൊന്നും ആരും വലിയ കാര്യമായിട്ട് എടുക്കില്ല. ആദ്യം ഇവിടെ ചെന്നപ്പം എനിക്കൊരു അത്ഭുതമായിരുന്നു. പിന്നീട് എനിക്ക് മനസ്സിലായി അവർ ഈ കുടുംബത്തിലെ ഒരംഗത്തെ പോലെയാണെന്ന്. പക്ഷേ എൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവമാണ് എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത്. സാധാരണ ആൺമക്കൾക്ക് അമ്മയോട് നല്ല അറ്റാച്ച്മെൻ്റ് ആയിരിക്കും. ഇവിടെ അമ്മയും മകനും തമ്മിൽ വലിയ മിണ്ടാട്ടമൊന്നുമില്ല. എന്നാൽ അമ്മ എന്നോട് വളരെ ജോളിയാണ്. ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് തമാശയൊക്കെ പറയും. പക്ഷേ ഭർത്താവിൻ്റെ ഒരു പ്രാതിനിധ്യം അധികം ഉണ്ടാകാറില്ല. അമ്മയോട് എന്തൊരു അകൽച്ച പോലെയാണ്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ നിങ്ങൾ നിങ്ങളുടെ അമ്മയോട് ഇത്തിരി അകന്ന് നിൽക്കുന്നത്? അതുമാത്രവുമല്ല, അച്ഛനോട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആണ്. നിങ്ങളിപ്പോഴും പോയി അച്ഛൻ്റെ മടിയിൽ കിടക്കും, അച്ഛൻ്റെ താടിയിൽ പിടിച്ച് വലിക്കും. എന്തൊക്കെയാണ് നിങ്ങൾ കാണിക്കുന്നത്? കൊച്ചുകുട്ടികളെ പോലെ. പുറത്താണെങ്കിൽ നിങ്ങൾ വലിയൊരു തടിമാട മനുഷ്യന്, ഭയങ്കര ആറ്റിറ്റ്യൂഡ്. ഇവിടെ വന്നു കഴിയുമ്പോഴേക്കും അച്ഛൻ്റെ മടി കയറിയെന്ന്, അച്ഛ പാവയെടുത്തതാ എന്നൊക്കെ പറഞ്ഞ പോലാണല്ലോ സംസാരിക്കുന്നത്. വളരെ വിചിത്രമായ കാര്യമാണല്ലോ ചേട്ടാ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരൻ പറഞ്ഞു, അത് പണ്ടേ അങ്ങനെ അടി. അമ്മ എന്നോട് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു ചെറുപ്പം മുതലേ. എൻ്റെ സഹോദരിയോട് അതിന് സമീപനവും. ആണുങ്ങളാകുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കണം, പെണ്ണുങ്ങളെയാണ് കൂടുതൽ സ്വാതന്ത്ര്യം കൊടുത്ത് വളർത്തേണ്ടതെന്നാണ് അമ്മയുടെ അഭിപ്രായം. അച്ഛനാണെങ്കിൽ നേരെ തിരിച്ചാണ്. ഞങ്ങളോട് രണ്ടുപേരോടും നല്ല ഇഷ്ടമാണ്. എന്നെയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ആദ്യത്തെ മോനല്ലേ, അതുകൊണ്ട് എന്നോട് ഇത്തിരി ലാളന കൂടുതലാണ് എന്ന് പറഞ്ഞ് ഭർത്താവ് അങ്ങ് നിർത്തി. എന്നിട്ട് എന്തോ ആലോചിക്കുന്നു. അപ്പോൾ ഞാൻ ഒരു ബുദ്ധി പ്രയോഗിച്ചു. ഇത് മാത്രമല്ല കാര്യം, വേറെന്തോ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാര്യം ഇത്ര അകന്നു പോകേണ്ട കാര്യമൊന്നുമില്ല. ഈ വീട്ടിലെല്ലാവരും നല്ല ജോലിയായിട്ടാണ് സംസാരിക്കുന്നത്. നിങ്ങളും അമ്മയും മാത്രമാണ് ഇത്രയും അകന്ന് കഴിയുന്നത്. അതിൽ എന്തോ രഹസ്യമുണ്ടെന്ന് ഭർത്താവ് പറഞ്ഞു. ഒരു രഹസ്യമില്ല, അങ്ങനെയാണ് ചില മനുഷ്യർ എന്ന് പറഞ്ഞു. പക്ഷേ എനിക്കാണെങ്കിൽ ആകാംക്ഷ അടക്കാൻ പറ്റുന്നില്ല. കാരണം വ്യക്തമായിട്ട് എനിക്ക് തോന്നുകയാണ് അവർ തമ്മിൽ നല്ല അകൽച്ചയുണ്ടെന്ന്. ഒരു ദിവസം ഞാൻ അമ്മയില്ലാത്ത സമയത്ത് അനില ചേച്ചിയോട് ഇതിനെപ്പറ്റി സംസാരിച്ചു. പുള്ളിക്കാരി അങ്ങും ഇങ്ങും ഒക്കെ നോക്കി അമ്മയോടെ പോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അമ്മ ടൗണിലോ മറ്റോ പോയിരിക്കുകയാണ്. ചേച്ചിയോട് പറഞ്ഞില്ലേ? ആ, പുറത്തു പോകുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ പോയോന്ന് എനിക്കറിയില്ല. അച്ഛൻ എവിടെ? അതെനിക്കറിയില്ല ചേച്ചി. അമ്മ പോയി കഴിഞ്ഞ ശേഷം അച്ഛൻ്റെ പുറത്തോട്ട് ഇറങ്ങുന്നേ കണ്ടു. ഇന്ന് അവധി ദിവസമല്ലേ? മോളുടെ ഭർത്താവ് എന്തിയേ? അല്ല ചേച്ചി എന്തിനാണ് എല്ലാവരും എവിടെയെന്ന് ചോദിക്കുന്നത്? അല്ല, എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ആരും ഇല്ലെങ്കിൽ മോളോട് ഞാൻ പറയാമെന്ന്. ചേട്ടനാണെങ്കിൽ മുകളിൽ കിടന്ന് ഉറങ്ങുകയാണ്. ശരി മോളെ, ഞാൻ പറയാം. ഇവിടെ ഭർത്താവും ഭാര്യയുമായിട്ട് അവർ ജീവിക്കുന്നു മാത്രമേ ഉള്ളൂ. അവർക്ക് തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അയ്യോ ചേച്ചി എന്താ പറഞ്ഞത്? ഞാൻ എന്താ ചോദിച്ചത്? അമ്മയും മകനും തമ്മിൽ എന്താ അകന്നതെന്നല്ലേ ചോദിച്ചേ? അപ്പോൾ ചേച്ചി എന്താ പറഞ്ഞത്? ഇവിടുത്തെ അച്ഛനും അമ്മയും തമ്മിൽ നല്ല ബന്ധമല്ലെന്ന്. പക്ഷെ അവർ തമ്മിൽ ഭയങ്കര അറ്റാച്ച്ഡ് ആണല്ലോ, എപ്പോഴും ചിരിയും കളിയും തമാശകളും ഒക്കെ ആണല്ലോ എന്ന് പറഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരി പറഞ്ഞു, മോളെ, ചിരിയും കളിയും തമാശകളൊക്കെ മാത്രം മതിയോ? ഭാര്യയും ഭർത്താവും ആകുമ്പോഴേക്കും മറ്റു പല കാര്യങ്ങളും വേണ്ടേ? അത് ചിലപ്പോൾ പ്രായമായപ്പോൾ നിർത്തിയതായിരിക്കും ചേച്ചി. പിന്നെ പ്രായമാകുമ്പോൾ അങ്ങ് നിർത്തുക, അതിന് അവർക്ക് പ്രായമൊന്നും ആയില്ലല്ലോ. മോളുടെ അമ്മായിച്ചനെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴും 40 വയസ്സ് പോലും പറയില്ലല്ലോ. അദ്ദേഹം എന്ത് നല്ല സുന്ദരനാണ്. അത്രയൊന്നും വരില്ല. മോളുടെ അമ്മായിമ്മ, അവർക്ക് കിട്ടിയ ലക്കാണ് അവരുടെ ഭർത്താവ്. അവരത് തിരിച്ചറിയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അല്ല ചേച്ചി, അവർ രണ്ടിനും കൂടെ ഇത്ര അകലാൻ എന്താ കാര്യം? എൻ്റെ പൊന്നു മോളെ, ഞാനിത് പറഞ്ഞ മോൾ ആരോടും പറയരുത് കേട്ടോ.
അത്ര വലിയ രഹസ്യമാണോ ചേച്ചി? അത്ര വലിയ രഹസ്യമല്ല. മോളുടെ ഭർത്താവിനൊക്കെ അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് മോള് പറയരുത്. അവൻ പറയുകയാണെങ്കിൽ പറഞ്ഞോട്ടെ, അത്രേ ഉള്ളൂ. എന്നാലും എന്താ ചേച്ചി? മോളെ, മോളുടെ ഹസ്ബൻഡ് ഡിഗ്രിക്കും പി ജിക്കും പഠിക്കുന്ന സമയത്ത് 3 കൂട്ടുകാരുണ്ടായിരുന്നു. ഇവർ 4 പേരും കൂടെ മിക്കവാറും ദിവസം ഇവിടെ വരും. നല്ല 3 പിള്ളേരാണ്. കാണാൻ നല്ല സൗന്ദര്യമാണ്. മോളുടെ ഭർത്താവിനെ പോലെ തന്നെ. അവർ 4 പേരും കൂടി പോകുന്ന കണ്ടു കഴിഞ്ഞാൽ ആരും നോക്കിപ്പോകും. അവരും നല്ല ഉയർന്ന സാമ്പത്തികമുള്ള വീട്ടിലെ കുട്ടികളാണ്. എന്നാലും മോളുടെ ഭർത്താവിൻ്റെ ഒരു സ്വഭാവം കൊണ്ട് ആ കുട്ടികൾ മിക്കവാറും വീട്ടിൽ വരും. ചിലപ്പോഴൊക്കെ താമസിക്കുകയും ചെയ്യും. പിന്നെ ഞാനെന്നെ പുകഴ്ത്തി പറയാണെന്ന് വിചാരിക്കരുത്. എൻ്റെ പാചകം അത് അവർക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. ഇവിടെ പിന്നെ മോളുടെ അമ്മായിമ്മയൊന്നും ഒന്നും വെക്കില്ലെന്ന് അറിയാമല്ലോ. പുള്ളിക്കാരിക്കൊന്നും വെക്കാനും അറിയില്ല. ഇനി അഥവാ വെച്ചാലും ടേസ്റ്റ് ഇല്ല. ഇവിടെ മോളുടെ അമ്മായിച്ചിനാണെങ്കിൽ നന്നായിട്ട് പാചകം ചെയ്യും. അദ്ദേഹം ഒരു ചമ്മന്തി അരച്ചാലും അങ്ങ് ടേസ്റ്റാ. ചേച്ചിയുടെ നാവ് വഴക്കവും കുണുക്കവും കണ്ടപ്പോൾ ഇവർ കുറേ ചമ്മന്തി അരച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി മാഡം. ഞാനൊന്നും മിണ്ടിയില്ല. കഥകൾ കേൾക്കണമല്ലോ, അതുകൊണ്ട് ഞാൻ മൂളിക്കൊടുത്തു. മോളെ, ഒരു ന്യൂ ഇയറിൻ്റെ അന്ന് രാത്രി ഇവിടെ 4 പേരും വൈകുന്നേരം ഉണ്ടായിരുന്നു. എന്നിട്ട് 4 പേരും കൂടെ എവിടേക്ക് പോയി. ഇനിയിപ്പം ന്യൂ ഇയർ ആഘോഷിച്ച് കഴിഞ്ഞേ തിരിച്ചു വരികയുള്ളൂ. പക്ഷേ എൻ്റെ ഹസ്ബൻഡിലെ അന്ന് കുട്ടികളെയും കൂട്ടി ഇവിടുന്ന് ഒരു 2-3 കിലോമീറ്റർ അപ്പുറം ഒരു ഗ്രൗണ്ടുണ്ട്. അവിടെ ഒരു ക്ലബ്ബുകാർ എല്ലാ വർഷവും ഗാനമേള നടത്താറുണ്ട്. ഈ ന്യൂ ഇയറിന് മിക്കവാറും ഞാനും പോകാറുള്ളതാണ്. അന്ന് പക്ഷേ എനിക്ക് പോകാൻ മൂടില്ലായിരുന്നു. എനിക്ക് ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ രാത്രി ഒരു 9 മണിയായപ്പോൾ പോയി. വീട്ടിൽ തന്നെ ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങോട്ട് വന്നു. ഇവിടെ മോളുടെ അമ്മായിമ്മയും അമ്മായിച്ചനും ഒക്കെ ഉണ്ടായിരുന്നു. അവർ ഉറങ്ങില്ല. ടി വിയിലൊക്കെ എന്തെങ്കിലും പരിപാടി കണ്ടുകൊണ്ടിരിക്കും. ഞാനും കൂടെ ഇവിടെ ഇരുന്നു. ആ ഗ്രൗണ്ടിൻ്റെ സൈഡിലാണ് ഭർത്താവിൻ്റെ കുടുംബ വീട്. ഭർത്താവിനി ഇന്നിങ്ങോട്ട് വരില്ല, നാളെ വരികയുള്ളൂ. ഞാനപ്പോൾ ഇവിടുന്ന് പോകുന്നില്ല, ഇവിടെ കിടക്കാം എന്ന് വിചാരിച്ചു. ഇവിടെ എനിക്ക് അടുക്കളയുടെ ഭാഗത്ത് റൂമുള്ളത് മോൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഏകദേശം ഒരു 12:15 അവർ 4 പേരും കൂടെ വന്നു. അവരുടെ ആഘോഷം അവസാനിച്ചു. അവർ വന്ന് എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞിട്ട് മുകളിലേക്ക് പോയി. അവിടെ 2 റൂമുണ്ട്. അവരവിടെ കിടന്നോളും. അത് സ്ഥിരമാണല്ലോ. പിന്നീട് ഞങ്ങൾ 3 പേരും കൂടി അവിടെ ഇരുന്ന് കുറച്ചു നേരം കൂടെ TV കണ്ടിട്ട് പിന്നീട് ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞിട്ട് ഞാൻ അടുക്കള ഭാഗത്തേക്ക് പോരുകയും ചെയ്തു. അവർ ബെഡ്റൂമിലേക്കും പോയി. സമയം തെറ്റി കിടന്നുകൊണ്ടായിരിക്കാം എനിക്ക് ശരിക്കും ഉറക്കമൊന്നും വന്നില്ല കേട്ടോ. ഞാൻ തിരിഞ്ഞു പിരിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കില്ലേ പുറത്ത് നല്ല നിലാവെളിച്ചമുണ്ട്. അപ്പോൾ മുറ്റത്തൂടി എന്തോ ഒരു നിഴൽ അങ്ങോട്ട് പോയ പോലെ എനിക്ക് തോന്നി. ഞാൻ ആകെ പേടിച്ചു പോയി. 2 പേരുള്ളതുപോലെ എനിക്ക് തോന്നുകയും ചെയ്തു. ഇനി എനിക്ക് തോന്നിയതാണോ അതോ ഉറക്കം വന്നതിൻ്റെ എന്തെങ്കിലും പ്രശ്നമാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ആരോ പോയിന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു. കാര്യം അപ്പുറത്തെ വീട്ടിലെ വെട്ടം ഇങ്ങനെ അടിക്കുന്നുണ്ട്. 2 പേര് പോയ പോലെ തോന്നി. അതിൽ ഒരു സ്ത്രീയുമുണ്ട് എന്നെനിക്ക് തോന്നി. ഞാൻ കണ്ണും തിരുമ്മി എഴുന്നേറ്റു. അവിടെ ജനലൊന്ന് തുറന്ന് നോക്കിയാലോ എന്ന് ഞാൻ ഓർത്തു. പക്ഷേ എനിക്ക് വല്ലാത്തൊരു പേടി. വേണ്ട, ഞാൻ എന്തെന്നറിയാമോ, ഫോൺ എടുത്ത് മോളുടെ അമ്മായച്ചനെ വിളിച്ചു. പക്ഷേ 2 റിങ് ചെയ്തപ്പോൾ എനിക്ക് തോന്നി കാര്യം പുള്ളി രാത്രി സൈലൻ്റ് ആക്കിയിട്ടാണ് വെക്കുന്നത്. ഒരു വൈബ്രേഷൻ മാത്രമേ ഉള്ളൂ. പുള്ളി എടുക്കാൻ സാധ്യതയില്ല. ഇനിയിപ്പോൾ ആരെ വിളിക്കാനാ? പിള്ളേരെ വിളിച്ചാലോ? വേണ്ട, അത് ശരിയാകില്ല. ചിലപ്പോൾ എനിക്ക് തോന്നിയാകും ഇനി അപ്പുറത്തെ മതിലിൻ്റെ സൈഡിൽ കൂടെ പോയതാണെങ്കിലോ എന്ന് ഞാൻ വിചാരിച്ചിങ്ങനെ ഇരുന്നു. പക്ഷേ പെട്ടെന്ന് പുള്ളിക്കാരൻ എന്നെ തിരിച്ച് വിളിച്ചു. അപ്പോൾ ഞാൻ പതുക്കെ പറഞ്ഞു, മുറ്റത്തുകൂടി ആരോ നടക്കുന്ന പോലെ ഒരു സ്ത്രീയും പുരുഷനുമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ സാർ പറഞ്ഞു, ശരി, ഞാൻ ജലജ ഒന്ന് വിളിക്കട്ടെ എന്ന്. അങ്ങനെ പുള്ളി മോളുടെ അമ്മായിമ്മയെ വിളിക്കാൻ വേണ്ടിയിട്ട് ലൈറ്റ് ഇട്ടു. നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും മോളുടെ അമ്മായിമ്മ ആ കിടക്കയിലില്ല. പുള്ളി ഉടനെ എന്നോട് ചോദിച്ചു, ജലജ അവിടെ ഉണ്ടോയെന്ന്. എവിടെയെന്ന് ഞാൻ ചോദിച്ചപ്പോഴേക്കും നിൻ്റെ റൂമിലോ നിൻ്റെ അടുത്തോ ഉണ്ടോയെന്ന്. ഞാൻ പറഞ്ഞില്ല. നീ അവളെ ആദ്യം വിളിച്ചോ? ഞാൻ പറഞ്ഞില്ല. അവളെ റൂമിൽ കാണുന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചിലപ്പോൾ ബാത്റൂമിലായിരിക്കുമെന്ന്. പുള്ളി ബാത്റൂമിൽ നോക്കിയിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അല്ല, അവളെ ഇവിടെ കാണുന്നേ ഇല്ലെന്ന്. ശെടാ, ഇതെന്തു മറുമായം? കൂടെ കിടക്കുന്ന ആളെ കാണുന്നില്ലേ? ഇതെല്ലാം ഞാൻ വളരെ താഴ്ന്ന സ്വരത്തിലാണ് സംസാരിക്കുന്നത്. പുള്ളിയും അങ്ങനെ തന്നെ. ഇനി കള്ളന്മാരാണെങ്കിൽ അവരെ പിടിക്കണമല്ലോ, കൈവിട്ട് പോകരുതല്ലോ, ഇതോർത്താണ് സംസാരിക്കുന്നത്. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, എനിക്ക് എന്തോ ഒരു ഡൗട്ട് തോന്നുന്നു. ഞാൻ നിൻ്റെ റൂമിൻ്റെ അടുത്തേക്ക് വരാം, നമുക്ക് 2 പേർക്കും കൂടെ പുറത്ത് പോയി നോക്കാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ ആകട്ടെ. പുള്ളിക്കാരൻ ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കഥകിൽ വന്ന് ജസ്റ്റ് ഒന്ന് തട്ടി. ഞാൻ ശബ്ദം കേൾപ്പിക്കാതെ കഥക് തുറന്നു. ഞങ്ങൾ 2 പേരും കൂടെ അടുക്കളയിൽ ചെന്നു. അത് കഴിഞ്ഞ ശേഷം അടുക്കള വാതിൽ തുറക്കാൻ ശ്രമിച്ചപ്പോൾ അത് ഓൾറെഡി തുറന്നു കിടക്കുകയാണ്. ഒന്ന് ചാരിയിട്ടേ ഉള്ളൂ.
സാറ് എൻ്റെ കാതിൽ പറഞ്ഞു. അവളാണ് പുറത്തു പോയിരിക്കുന്നത് ജലജ. അവൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും ഒച്ചയുണ്ടാക്കണ്ട, നമുക്ക് പോകാം. ഞാൻ പറഞ്ഞ് തന്നെയല്ല പോയത്, കൂടെ ആരോ ഉണ്ട്. ഇനി മോനോ മറ്റോ ആകുമോ? എൻ്റെ പൊന്നുമോളെ, എനിക്കെന്തോ ഒരു ഉൾബുദ്ധി പ്രവർത്തിച്ചു. ഞാൻ പറഞ്ഞു, അല്ല സാറേ, വേറെന്തോ ദുരൂഹതയുണ്ട്, നമുക്ക് പോയി നോക്കാം. എന്തായാലും ആരെയും വിളിക്കണ്ടെന്ന് പറഞ്ഞു. അത് അന്ന് ഒത്തിരി ഉപകാരമായി. ഞങ്ങൾ രണ്ടുപേരും കൂടെ ശബ്ദം കേൾപ്പിക്കാതെ ആ ഭാഗത്തോട്ട് നടന്നു. പക്ഷേ അവിടെ ഞങ്ങൾ കണ്ടില്ല. ഞങ്ങൾ തിരിച്ച് മുൻവശത്ത് ചെന്ന് ഒന്ന് നോക്കി. അവിടെ ലൈറ്റുണ്ട്, പക്ഷേ ഒന്നും കാണാനില്ല. ഇത്തിരി നേരം അവിടെ ശങ്കിച്ചു നിന്നു. അപ്പോഴുണ്ട് കാർപോർട്ടിൻ്റെ സൈഡിൽ നിന്ന് എന്തോ ഒരനക്കം. ചെന്ന് നോക്കിയപ്പോൾ കാറാണ് അനങ്ങുന്നത്. ഇത് കാറ് കൊണ്ടുപോകാമെന്ന് കള്ളന്മാർ തന്നെ എന്ന് ഞങ്ങൾ രണ്ടുപേരും ഓർത്തു. പുള്ളി പെട്ടെന്ന് കയ്യിലിരുന്ന ലൈറ്റ് അടിച്ചപ്പോൾ കണ്ട കാഴ്ച, എൻ്റെ പൊന്നുമോളെ, അതിനകത്ത് പുറകുവശത്ത് ഇവിടെ വന്ന ചെക്കന്മാരിൽ ഒരു ചെക്കൻ, നല്ല വെളുത്ത് തുടുത്ത് ഏറ്റവും സുന്ദരക്കുട്ടപ്പൻ എന്ന് പറഞ്ഞൊരു ചെക്കനും മോളുടെ അമ്മായിമ്മയും. അമ്മായിമ്മയുടെ സർക്കസ് പൊസിഷൻ കണ്ട് ഞാനും ഞെട്ടിപ്പോയി, സാറും ഞെട്ടിപ്പോയി. എന്നേക്കാൾ ഷോക്കായത് പുള്ളിയാണ്. പുള്ളി ശരിക്കും എന്തോ തെറി വിളിച്ചുകൊണ്ട് കാറിനടുത്തേക്ക് ചെന്നു. ചെക്കൻ ഒരു കണക്കിന് മണിയും കിണിയും ഇല്ലാതെ ഓടിപ്പോയി. ഈ കാഴ്ച കണ്ട ഷോക്കിൽ ശരിക്കും അമ്പരന്ന് പോയ മോളുടെ അമ്മായിച്ചൻ എന്തൊക്കെയോ തെറികൾ പറയുകയാണ്. പക്ഷേ എന്ത് ചെയ്യാനാണ്, അമ്മായിമ്മയ്ക്ക് അതിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റില്ല. അവർ ഒരുമാതിരി പെട്ടുപോയതുപോലെയാണ്. ഞാൻ അപ്പോഴും ആശ്ചര്യപ്പെട്ടത്, എൻ്റെ പൊന്നുമോളെ, ഇവിടെ ഇഷ്ടം പോലെ വിശാലമായ മിറ്റം, വേറെ എന്തെല്ലാം സംഗതികൾ കിടക്കുന്നു. ഇവരെ ഈ വീട്ടിൽ നിന്നിറങ്ങി ഇത്രയും ചുറ്റി വന്നിട്ട് ഈ ഇടുങ്ങിയ കാറിൻ്റെ ബാഗാണോ കിട്ടിയത് എന്നോർത്ത് ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. അവസാനം പുള്ളി തന്നെയാണ് അമ്മായിമ്മയെ പിടിച്ചു വലിച്ചെഴുന്നേൽപ്പിച്ചത്. ആ സമയത്ത് മോളുടെ അമ്മായിമ്മയുടെ കോലം ഒന്ന് കാണേണ്ടിയായിരുന്നു. അവർക്ക് പറയാൻ ഒരു മറുപടിയുമില്ലായിരുന്നു. തല താഴ്ത്തി നിൽക്കുകയാണ്. എന്ത് ചെയ്യാനാ? ആ ശബ്ദം കേട്ട് മോനും മറ്റ് 2 ഫ്രണ്ട്സും കൂടെ ഇറങ്ങി വന്നു. കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലായി. അതോടുകൂടി ആ ഫ്രണ്ട്ഷിപ്പുകളെല്ലാം അവസാനിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ അമ്മയും മോനും ഇരുദ്രോഹത്തിലായി. എങ്കിലും ഇടയ്ക്കിടയ്ക്കൊക്കെ അമ്മ സാറ് കളിക്കാൻ ശ്രമിക്കാറുണ്ട്. അവനത് അംഗീകരിച്ചു കൊടുക്കില്ല. പിന്നെ ബഹളമുണ്ടാക്കി നാട്ടുകാരൊക്കെ അറിയില്ലോ എന്നോർത്തിട്ട് അവൻ അടങ്ങിയിരിക്കുന്നതാണ്. മാനസികമായ ഒരു അറ്റാച്ച്മെൻറ്റുമില്ല. അതോടുകൂടി ഭാര്യയും ഭർത്താവിനുമുള്ള എല്ലാ ബന്ധങ്ങൾക്കും ഫുൾ സ്റ്റോപ്പിട്ട് രണ്ടും 2 വഴിക്കായി. അവർ തമ്മിൽ ഇപ്പോൾ ഒരു ബന്ധവുമില്ല. അതങ്ങനെ ചേച്ചിക്ക് കൃത്യമായിട്ട് അറിയാം. അവർ രണ്ടുപേരും ഒരു മുറിയിലല്ലേ? ഇല്ലെന്ന് എനിക്കറിയാം. സാറ് എന്നോട് പറഞ്ഞു ഇനി ഒരിക്കലും അവളെ ഒരു രീതിയിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലെന്ന്. പിന്നെ നാട്ടുകാരെയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് പുള്ളി ശരിക്കും അങ്ങ് അഭിനയിക്കുകയാണ്. അവരും അങ്ങനെ തന്നെ. ആരെങ്കിലും അറിഞ്ഞു പോയി കഴിഞ്ഞാൽ എന്തൊരു നാണക്കേടാ മോളെ. വലിയ പേര് കേട്ട കുടുംബമല്ലേ, അതുകൊണ്ടുള്ള അഭിനയമാണ് മോള് കാണുന്നത്. ഇത് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞ് മോള് ഭർത്താവിനോട് ഒരിക്കലും പറയരുത്. മോൻ പറഞ്ഞത് വരെ മോള് കാത്തിരിക്കുക. ഇവിടെയുള്ളവരോടും ഇതൊന്നും അറിഞ്ഞതായിട്ട് ഭാവിക്കരുതെന്ന് പറഞ്ഞു. ഞാൻ തലയാട്ടി. ചിലപ്പോൾ അച്ഛൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണും, ഇത്തിരി പ്രായമായതിൻ്റെ. അപ്പോൾ അമ്മയ്ക്ക് എന്തോ ഒരാവേശം തോന്നിൻ്റെ പുറത്തായിരിക്കാം മകൻ്റെ കൂട്ടുകാരനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഒരിഷ്ടം തോന്നിയത്. അപ്പോഴേക്കും ചേച്ചി, ഛീ, അങ്ങനൊന്നുമില്ല, സാറിന് യാതൊരു കുഴപ്പമില്ല, സാറ് ഇപ്പോഴും നല്ല പെർഫെക്റ്റാണ്, ഒരിക്കലും ആ സ്ത്രീ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. പിന്നെ ഞാൻ ഒന്നും പറയാത്തത് ഞാൻ അവിടുത്തെ ജോലിക്കാരി ആയതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് അവിടെ കിടന്ന് തുള്ളി. അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എന്തോ ഒരു ഡിങ്കോലാഫി ഇവർ തമ്മിലുണ്ടെന്ന്. ഞാനിപ്പോൾ ചേച്ചിയുടെ മുഖത്ത് നിന്ന് നോക്കിയെന്ന് ചിരിച്ചു. എന്താ മോളെ ചിരിക്കുന്നത്? ഞാൻ കാര്യമായ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ സംഭവത്തിന് ശേഷം ചേച്ചി കയറി ഗോൾ അടിച്ചെന്നാണ്. എന്താ നീ പറയുന്നത്? എനിക്കങ്ങനെ തോന്നി. കാര്യം അച്ഛൻ്റെ കാര്യം ഞാൻ പറഞ്ഞപ്പോഴേ ചേച്ചി അങ്ങ് സർട്ടിഫിക്കറ്റ് തന്നു. ഒരു പ്രശ്നവുമില്ല, സാറ് പെർഫെക്റ്റാണ്. ഇപ്പോഴും സാറ് 100 മൈൽ വേഗത്തിൽ വണ്ടി ഓടിക്കുന്നത് ചേച്ചി എങ്ങനെ അറിഞ്ഞു? ചേച്ചിക്ക് ഇതെങ്ങനെ അറിയാം? ചേച്ചിക്ക് ചേച്ചിയുടെ ഭർത്താവിൻ്റെ കാര്യമല്ലേ അറിയുള്ളൂ എന്ന് പറഞ്ഞപ്പോഴേക്ക് ചേച്ചി പെട്ടെന്ന് ഒന്ന് ഞെട്ടി. അത് പിന്നെ മോൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. അദ്ദേഹം സുന്ദരനല്ലേ, കണ്ടാൽ ചെറുപ്പമല്ലേ. ഇങ്ങനൊരാണിനെ ഉപേക്ഷിച്ചിട്ട് ഒരു സ്ത്രീയും പോകില്ല. നമുക്ക് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ. ചേച്ചി അങ്ങനെ ഊഹിച്ച് പറഞ്ഞതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനിടയിൽ വേറെന്തോ ഒരു കഥയുണ്ട്. ആ കഥയോടെ ചേച്ചിക്ക് സത്യസന്ധമായിട്ട് പറ. ഞാൻ ആരോടും പറയില്ല. ആദ്യം ചേച്ചി സമ്മതിച്ചില്ലെങ്കിലും പിന്നെ പറഞ്ഞു.
അത് പിന്നെ വഞ്ചകയായ ഭാര്യയോട് അദ്ദേഹത്തിന് താല്പര്യമില്ല. എങ്കിലും ഒരു പുരുഷനല്ലേ, പുറത്ത് നല്ല സൽപ്പേരുള്ള ആള്, അകത്തും പുള്ളിക്ക് എന്തെങ്കിലും റിലാക്സേഷൻ വേണ്ട മോളെ. അതുകൊണ്ട് വല്ലപ്പോഴും പകലങ്ങനെ സാഹചര്യമില്ല, എന്നാലും വളരെ അപൂർവമായിട്ടൊക്കെ ഞാനും അദ്ദേഹത്തെ പരിഗണിച്ചിട്ടുണ്ട് മോളെ. അമ്പടി കേമി, അത് കൊള്ളാമല്ലോ. വഞ്ചകയായ ഭാര്യയോട് ഭർത്താവിന് താല്പര്യമില്ല, ആ ഒഴിവിൽ കയറി ഗോൾ അടിക്കുന്ന വേറൊരു വഞ്ചകയായ ഭാര്യ. അതെന്താ മോളെ അങ്ങനെ പറഞ്ഞത്? അപ്പോൾ നിങ്ങളുടെ ഭർത്താവിനോട് നിങ്ങൾ ചെയ്യുന്ന ദ്രോഹമല്ലേ? അങ്ങനെ നിങ്ങളോട് ഒരു വഞ്ചനയും കാണിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഇവിടുത്തെ അമ്മായിയമ്മയും നിങ്ങളും ഏകദേശം ഒരുപോലെയല്ലേ ചേച്ചി എന്ന് ഞാൻ ചോദിച്ചു. പുള്ളിക്കാരി പരാജയം സമ്മതിച്ചു. എന്നിട്ട് പറഞ്ഞു, മോളെ അത് പിന്നെ സാഹചര്യമില്ലെന്നേ. ഇത്ര വർഷങ്ങൾക്കിടയിൽ വിരലിൽ എണ്ണാവുന്ന പോലെയുള്ളൂ. കാണിച്ചു കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും എപ്പോഴൊക്കെ ഇല്ലേ? ഒന്നുമില്ല. എന്നാലും ആരും ഇല്ലായിരുന്നെങ്കിൽ ചേച്ചി ഇവിടെ കൂടിയാട്ടം നടത്തില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി ഒന്ന് ചമ്മിച്ചിരിച്ചുകൊണ്ട്, അത് പിന്നെ സാഹചര്യം ഉണ്ടെങ്കിൽ എൻ്റെ പൊന്നുമോളെ ഞാൻ ഒരിക്കലും വിടില്ല എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ പിടിച്ചു. അതെന്താണെന്ന് ചോദിച്ചപ്പോഴേക്കും ചേച്ചി എന്നോട് പറഞ്ഞു, അതങ്ങനെയാണ്, അതൊരു സീക്രട്ടാ. എന്താ ചേച്ചി ആ സീക്രട്ട്? ഇത്രയും പറഞ്ഞില്ലേ, അതെന്നോടും കൂടി പറ. മോക്ക് ചിലപ്പോൾ ആ സീക്രട്ട് മനസ്സിലായി കാണും, പക്ഷേ എനിക്കതിനെക്കുറിച്ച് ഒന്നും അറിയാത്തതുകൊണ്ട് എനിക്ക് കമൻറ്റ് പറയാൻ പറ്റില്ല. എന്നാലും ചേച്ചി എന്താ ഇത്? ഒന്നും എനിക്ക് മനസ്സിലാകുന്നില്ലോ മോളെ. മോടെ ഭർത്താവുമായിട്ട് മോക്ക് നല്ല ഇണക്കമല്ലേ? ഞാൻ പറഞ്ഞു, അതെ. എങ്ങനെയുണ്ട് ഭർത്താവ്? ഞാൻ പറഞ്ഞു, നല്ല ഭർത്താവാണ്. അതല്ല ഞാൻ ചോദിച്ചത്, എങ്ങനെയുണ്ട് ഭർത്താവ് എന്ന് പറഞ്ഞ് ചേച്ചി തള്ളവിരൽ കൊണ്ട് ഒരാംഗ്യം കാണിച്ചു. ഓക്കെ ആണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് ഓക്കെയാണ്. അസാമാന്യമായ എന്തെങ്കിലും ഗുണങ്ങൾ മോൾക്ക് കണ്ടോ? ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആദ്യം എന്ന് ചോദിച്ചു. ആ, ചില അഡ്ജസ്റ്റ്മെൻറ്റ് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ചേച്ചി പറഞ്ഞ പോലെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ചേച്ചി കൈ രണ്ടും കൂടെ കൂട്ടിയടിച്ചിട്ട് പറഞ്ഞു, ആ അതാണ് പോയിൻ്റ്. അപ്പോൾ അച്ഛൻ്റെ ഗുണങ്ങളൊന്നും മോന് കിട്ടിയിട്ടില്ല. എന്താ ചേച്ചി അങ്ങനെ പറഞ്ഞത്? അപ്പോഴേക്കും ചേച്ചി എൻ്റെ കൈത്തണ്ട് പിടിച്ചിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നുമോളെ, തുടക്കക്കാരികൾക്ക് ചിലപ്പോൾ എല്ലാം ഓക്കെ ആയിരിക്കാം, പക്ഷേ എനിക്ക് 2 കുട്ടികളുള്ള സ്ത്രീയാണ്. ആ അവസ്ഥയിൽ ശരിക്കും പറഞ്ഞാൽ കടലിൽ കായം കലക്കുന്ന പോലെയായിരുന്നു എൻ്റെ ജീവിതം. കടലിൽ നീലത്തിമംഗലം അലയടിക്കാൻ വരുമെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷേ എവിടെ, അങ്ങൊരു നീലത്തിമംഗലത്തെ എനിക്ക് അന്ന് കണ്ടെത്താനായി. ഒരു നിമിഷം ഭാര്യയുടെ തെറ്റുകൊണ്ട് സാർ എന്നോട് ഇൻട്രസ്റ്റ് കാണിച്ചത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നല്ല നിമിഷമാണ്. കാര്യം എന്നെപ്പോഴൊരു സ്ത്രീക്ക് ഒരിക്കലും അങ്ങൊരു സൗഭാഗ്യമുണ്ടാകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല മോളെ. 1 2 പോട്ട് 10 തവണ മതി. ഇത്രയും വർഷങ്ങൾക്കിടയിൽ മതി, എനിക്കത് മതി. ആ നീലത്തിമംഗലം കടലാഴങ്ങളിൽ ആഴ്ന്നു നീന്തിപ്പോകുന്നത് ഓർത്തു കഴിഞ്ഞാൽ 20 വർഷം വേണമെങ്കിലും അതുകൊണ്ട് ചേച്ചി ജീവിക്കുമോളെ എന്ന് പറഞ്ഞ് ചേച്ചി എനിക്കൊരു പിച്ച് തന്നിട്ട് അങ്ങ് പോയി. ക്രിക്കറ്റിൻ്റെ പിച്ചല്ല, ഒരു നുള്ള്. ചേച്ചിയോട് സംസാരിക്കാൻ പോയത് അത്ഭുതവും അതിശയവുമാണ് എനിക്ക് സമ്മാനിച്ചത്. ആകെ അതൊരു ത്രില്ലായിരുന്നത് കൊണ്ട് ചേച്ചി പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ അത്രയ്ക്ക് കോൺസെൻട്രേറ്റ് ചെയ്തില്ല. അത് കഴിഞ്ഞ് 1-2 മാസം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഭർത്താവ് എന്നോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. സാരമില്ല, അമ്മയ്ക്ക് അറിയാതെ പറ്റിയൊരു അബദ്ധമാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമൊക്കെ അബദ്ധം പറ്റാം, അമ്മയോട് ക്ഷമിക്കണം, ഇത്രയും അകലം പാലിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ആദ്യമായി കഥ കേൾക്കുന്നവളെ പോലെ ഞാൻ ഉപദേശിച്ചു. അപ്പോൾ ഇത് നിനക്ക് വലിയ ഞെട്ടലോ കാര്യമൊന്നും അല്ലേ എന്നെൻ്റെ ഭർത്താവ് ചോദിച്ചു. ഞെട്ടലൊക്കെയാണ് എന്ന് വെച്ചിട്ട് ഓക്കെ, തെറ്റ് ചെയ്യാത്ത മനുഷ്യരുണ്ടോ? നീ തെറ്റ് ചെയ്യുമോ എന്ന് എന്നോട് ചോദിച്ചു ഭർത്താവ്. ഞാൻ പറഞ്ഞു, തെറ്റും ശരിയൊക്കെ എപ്പോൾ ചെയ്യും, എങ്ങനെ ചെയ്യും നമുക്ക് പറയാൻ പറ്റില്ലോ. എന്തായാലും നമുക്ക് നമ്മുടെ കാര്യം നോക്കി ജീവിക്കാം, തെറ്റുകൾ ചെയ്യാതിരിക്കാൻ ശ്രമിക്കാം, തെറ്റുകൾ ചെയ്തവരോട് ക്ഷമിക്കുകയും ചെയ്യാം, അതല്ലേ ജീവിതമെന്ന് ഞാനാണെങ്കിൽ ഒരു മാലാഖയെ പോലെ അങ്ങ് ഉപദേശിച്ചു, അവിടെയും ഇവിടെയും തൊടാതെ. അത് കഴിഞ്ഞ് പിന്നീട് ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോയപ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് അനാവശ്യമായ നീലത്തിമംഗലങ്ങൾ കൂട്ടത്തോടുകൂടി നീന്താൻ വന്നത്. അമ്മായിപ്പനെ എപ്പോൾ നോക്കിയാലും സംസാരിച്ചാലും നീലക്കടലിലേക്ക് ഞാൻ നോക്കും. നീലത്തിമംഗലം ഓളപ്പരപ്പിലേക്ക് പൊങ്ങി വന്ന് പ്രത്യക്ഷപ്പെട്ട് ഒരു സിഗ്നലെങ്കിലും തരുന്നുണ്ടോ എന്ന് ഞാൻ നോക്കും. പക്ഷേ ഒന്നും കണ്ടുപിടിക്കാനായില്ല. പലപ്പോഴും പല കണ്ടുപിടുത്തങ്ങളും നടത്താൻ ഞാൻ ആഗ്രഹിച്ചു.
ഒളിഞ്ഞും തെളിഞ്ഞും ഞാൻ നോക്കാൻ തുടങ്ങി. ഒരു ദിവസം അല്ലി ചേച്ചി അത് കണ്ടുപിടിച്ചു. മോൾക്ക് ഈയിടെയായിട്ട് നല്ല ഇളക്കമുണ്ട്. ഭർത്താവിനെ നോക്കിയാണെന്ന് എനിക്ക് തോന്നിയില്ല. ആരെയാണെന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നില്ല, വേണമെങ്കിൽ ഞാൻ തൊട്ട് കാണിക്കാം എന്ന് പറഞ്ഞു. ഞാൻ കണ്ണടച്ചെൻ്റെ പൊന്നേച്ചി, അത് ഓർമ്മിപ്പിക്കരുതേ. ചേച്ചിയാണ് കഥ പറഞ്ഞ് എന്നെ കുഴപ്പത്തിലാക്കിയത്. അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു, മോളെ, നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലൊന്നും ആരും അതിന് പുറകെ പോകില്ല. മോൾക്ക് കേട്ടപ്പോൾ തന്നെ ആഗ്രഹം തോന്നിക്കാണും, അതിനെ തെറ്റി പറയാൻ പറ്റില്ല. ഇത് തന്നെയാണ് എനിക്കും എപ്പോഴൊക്കെ തോന്നിയത്. പക്ഷേ എനിക്ക് തോന്നാൻ കാരണമുണ്ട്. കാര്യം എത്ര വർഷമായിട്ട് ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്ന സ്ത്രീയാണ്. അപ്പം ഭർത്താവിനെ മാത്രമല്ല, ഇവിടുത്തെ സാറിനെയും മറ്റ് പല കാര്യങ്ങളിലും മറ്റ് പല സാഹചര്യങ്ങളിലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എനിക്ക് വേണ്ട സിഗ്നലുകൾ കിട്ടിയിട്ടുമുണ്ട്. അതുകൊണ്ടാണ് സാർ എന്നോട് അടുപ്പം കാണിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അതൊരു ഭാഗ്യമായി കരുതിയത്. മോൾക്ക് മനസ്സിലായെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാനും സൗഭാഗ്യങ്ങൾ കാണാനുള്ള ഒരു തിരക്കിലാണെന്ന്. അപ്പോൾ ചേച്ചി പറഞ്ഞു, മോക്ക് അങ്ങനെ നിർബന്ധമാണെങ്കിൽ ഇനി ഒളിഞ്ഞും തെളിഞ്ഞും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട, ഞാൻ സീക്രട്ടായിട്ട് സാറിനോട് പറയാം. അയ്യോ വേണ്ട ചേച്ചി, അതൊക്കെ വലിയ പ്രശ്നമുണ്ടാകും. കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളെ ആയുള്ളൂ. അപ്പോൾ ചേച്ചിനോട് പറഞ്ഞു, ഞാൻ വാക്ക് തരുന്നു, സാർ അത് മാനേജ് ചെയ്യും. ഞാൻ പറഞ്ഞ് ശരിയാക്കിയെടുക്കാം. മോൾക്ക് മാസത്തിൽ ഒരിക്കൽ കടലിൽ പോയി നീലത്തിമംഗലത്തെ കാണാം, അത്രയും മതി, കൂടുതലാകരുത്. വേണ്ട ചേച്ചി, അത് ശരിയാവില്ല എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ചേച്ചി അതെൻ്റെ അമ്മായിച്ചനോട് ഭംഗിയായി അവതരിപ്പിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, അച്ഛനത് പെട്ടെന്ന് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ ചേച്ചിയുടെ ആശീർവാദത്തോടു കൂടിയാണ് പകൽ സമയത്ത് ഒരിക്കൽ ഞങ്ങൾ നീലക്കടലിലേക്ക് ആഴ്ന്നിറങ്ങിയത്. പവിഴവും മുത്തും മുത്തുച്ചിപ്പികളും പറക്കിയെടുത്ത് ആഴക്കടലിൽ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എത്ര രഹസ്യങ്ങളാണ് കടലിൽ ഒളിഞ്ഞിരിക്കുന്നത്. കടൽ ഭരിക്കുന്നത് നീലത്തിമംഗലമാണ്. അപ്പോൾ ഞാനും അലറി വിളിച്ചു പോയി, സന്തോഷം കൊണ്ട് ഒരു കുട്ടിയെപ്പോലെ. ചേച്ചി പറഞ്ഞതുപോലെ തന്നെ എനിക്ക് കിട്ടിയ ഒരു സൗഭാഗ്യം തന്നെയാണ് ആ നിമിഷങ്ങൾ. അതുമാത്രമല്ല, ചേച്ചി പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ്. മറ്റൊരാളുമായി താരതമ്യം ചെയ്യാത്ത എന്തൊക്കെയോ ഗുണവിശേഷങ്ങൾ അമ്മായിച്ചനുണ്ട്. എൻ്റെ ഭർത്താവ് ഒരു പരൽമീൻ മാത്രമാണെന്ന് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ എനിക്ക് അവസരങ്ങൾ ഉണ്ടാക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. ചിലപ്പോഴൊക്കെ ഞാൻ അവസരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമ്മായിച്ചനെ നിർബന്ധിക്കാറുമുണ്ട്. എന്തുകൊണ്ടായിരിക്കും മാഡം അച്ഛൻ്റെ ഗുണങ്ങളൊന്നും മകന് കിട്ടാത്തത്? സത്യം പറഞ്ഞാൽ എൻ്റെ ഭർത്താവ് ആ ലെവലിലേക്ക് ഉയർന്നിരുന്നെങ്കിൽ എൻ്റെ ദാമ്പത്യ ജീവിതം ഒത്തിരി നന്നായേനെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനിതിനോട് പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്ന ഒരാളല്ല. കാര്യം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലോ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതലുള്ള കാര്യത്തിലോ ആണ് ജീവിതത്തിലെ സംതൃപ്തി എന്ന് എനിക്ക് തോന്നുന്നില്ല. സ്നേഹം വേണം. പുരുഷൻ പുരുഷൻ്റെ സ്ഥാനത്തും സ്ത്രീ സ്ത്രീയുടെ സ്ഥാനത്തും നിന്ന് പരസ്പരം സഹകരണവും ക്ഷമയും ഇഷ്ടവും ഒക്കെ കൊണ്ട് നേടിയെടുക്കേണ്ട ഒരു കാര്യമാണ്. അതല്ലാതെ ഈ ഒരു കാര്യത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പോകുന്നതിനോട് എനിക്ക് യാതൊരു താല്പര്യമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും ബെറ്ററായിട്ടുള്ള പല സാഹചര്യങ്ങളും പല ആളുകളും നമ്മുടെ ജീവിതത്തിലേക്ക് ഇനിയും വന്നേക്കാം. അങ്ങനെ നോക്കി പോവുകയാണെങ്കിൽ ചിലപ്പം അടുത്തത് കൊമ്പനാനെ നോക്കി പോകേണ്ടി വരും. അപ്പോൾ അത്രയ്ക്കും അങ്ങോട്ട് മഹത്വവൽക്കരിച്ച് പറയേണ്ട ഒരു കാര്യമല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിതിനെ അനുകൂലിക്കുന്നുമില്ല. അതൊരു കത്ത്, അങ്ങനെ ഒരു കണ്ടൻറ്റ് എന്നുള്ള രീതി വായിച്ചത് മാത്രമേ ഉള്ളൂ. ഒരിക്കലും അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. മനുഷ്യർക്ക് ഒന്നിച്ച് യോജിച്ച് പോകാൻ വേണ്ടിയിട്ട് പരൽമീനായാലും മതിയെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.